ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന സെക്ഷനാണ് ഡിസ്കസ് ചെയ്തത്. അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ചെറിയൊരു ടേമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ. എന്താണ് ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ എസ് ആൻഡ് ലെറ്റ് എച്ച് ബി എ സബ്സെറ്റ് ഓഫ് എസ്. The subset H is closed under star if for all a comma b belongs to H, we also have a star b belongs to H. In this case, the binary operation on H given by restricting star to H is the induced operation of star on H. അതോടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് എസ് എന്ന് വിചാരിക്കുക. സ്റ്റാർ എന്ന് പറയുന്നത് ഈ എസിൻ്റെ ബൈനറി ഓപ്പറേഷനാണ്. ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണെന്നുള്ളത്. അത് ഈ എസിനകത്തുള്ള ഏത് രണ്ട് മെമ്പേഴ്സ് എടുത്ത് സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന നമ്പർ അല്ലെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഈ എസിനകത്ത് തന്നെ ഉള്ളതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ എച്ച് എന്ന് പറയുന്നൊരു സബ്സെറ്റ് എടുക്കുന്നു. ഓക്കെ, എസിൻ്റെ സബ്സെറ്റാണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റാർ എന്ന് പറയുന്ന എസിൻ്റെ ബൈനറി ഓപ്പറേഷൻ ഈ എച്ചിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, സ്റ്റാർ എസിൻ്റെ ബൈനറി ഓപ്പറേഷനാണ്. അതായത് എസിനകത്തുള്ള ഏത് രണ്ട് മെമ്പേഴ്സ് എടുത്താലും എസിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ അത് എച്ചിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആകണമെന്ന് നിർബന്ധമില്ല. എച്ചിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഇപ്പോൾ സ്റ്റാർ എന്ന് പറയുന്ന നമ്മുടെ സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷൻ ഈ സബ്സെറ്റായ എച്ചിൻ്റെയും ബൈനറി ഓപ്പറേഷൻ ആകണമെന്നുണ്ടെങ്കിൽ ഈ എച്ചിനകത്തുള്ള ഏത് രണ്ട് മെമ്പേഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും, ഓക്കെ, എച്ചിനകത്തുള്ള ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്ത് ഈ പറയപ്പെട്ട സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ഔട്ട്പുട്ട് ഈ എച്ചിനകത്ത് തന്നെ ഉള്ളതായിരിക്കണം. ഓക്കെ, അങ്ങനെ എല്ലായ്പ്പോഴും വരണമെന്നില്ല. ചിലപ്പോൾ രണ്ട് എലമെൻറ്റും ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ചിലപ്പം എച്ചിന് പുറത്തുള്ളതായിരിക്കും, പക്ഷേ എസിനകത്തുള്ളതായിരിക്കും. എസിനകത്തുള്ളതായിരിക്കും എന്ന് പറയാൻ കാര്യം എന്താണ്? കാര്യം ഈ എച്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എസിനകത്തുള്ളതാണ്. ഓക്കെ, അതുകൂടാതെ സ്റ്റാർ എന്ന് പറയുന്നത് എസിൻ്റെ ബൈനറി ഓപ്പറേഷനാണ്. എസിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ എസിനകത്തു നിന്നുള്ള ഏത് രണ്ട് മെമ്പേഴ്സ് എടുത്താലും കിട്ടുന്നത് എസിനകത്ത് തന്നെ ഉള്ളതായിരിക്കും. ഓക്കെ, ഈ എച്ച് എസിനകത്ത് തന്നെ ഉള്ളതല്ലേടെ. അതുകൊണ്ട് ഈ എച്ചിനകത്ത് നിന്ന് ഏത് രണ്ട് മെമ്പർ എടുത്തു കഴിഞ്ഞാലും ഒന്നുകിൽ അത് എച്ചിനകത്തുള്ളതായിരിക്കും അല്ലെങ്കിൽ എസിനകത്തുള്ളതായിരിക്കും. ഓക്കെ, എച്ചിന് പുറത്തായിരിക്കും. എച്ചിന് പുറത്ത് വെച്ചാൽ എസിന് പുറത്താകില്ല എന്നർത്ഥം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അന്നേരം ഇവിടെ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് എസിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഈ ബൈനറി ഓപ്പറേഷൻ എസിൻ്റെ സബ്സെറ്റായ എച്ചിൻ്റെയും ബൈനറി ഓപ്പറേഷൻ ആയാൽ, എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല, അതാണ് ഞാനീ പറഞ്ഞത്. ഓക്കെ, എച്ചിൻ്റെയും ബൈനറി ഓപ്പറേഷൻ ആയാൽ ആ ഓപ്പറേഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. എസ് എന്ന് പറയുന്ന ഒരു സെറ്റ്, സ്റ്റാർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബൈനറി ഓപ്പറേഷനാണ്. എച്ച് എന്ന് പറയുന്നത് എസിൻ്റെ ഒരു സബ്സെറ്റാണ്. ഈ സ്റ്റാർ എന്ന് പറയുന്ന എസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷൻ എസിൻ്റെ സബ്സെറ്റായ എച്ചിൻ്റെയും ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ, എച്ചിൻ്റെയും ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എച്ചിനകത്തുള്ള ഏത് രണ്ട് മെമ്പർ എടുത്ത് ഈ പറയപ്പെട്ട ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന റിസൾട്ട് ഈ എച്ചിനകത്ത് തന്നെ ഉള്ളതായിരിക്കും. ഓക്കെ, അന്നേരം സ്റ്റാർ എന്ന് പറയുന്നത് എച്ചിൻ്റെയും ബൈനറി ഓപ്പറേഷൻ ആയാൽ ആ ബൈനറി ഓപ്പറേഷനാണ് നമ്മൾ എച്ചിൻ്റെ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് നമ്മൾ സബ്സെറ്റിൻ്റെ ഒരു റിലേഷൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് നാച്ചുറൽ നമ്പർ. ഓക്കെ, നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇസഡ്. ഇസഡിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, ഇസഡ് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ സബ്സെറ്റാണ്. ക്യൂ എന്ന് പറയുന്നത് ആറിൻ്റെ സബ്സെറ്റാണ്. ആർ എന്ന് പറയുന്നത് കോംപ്ലക്സിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, അങ്ങനെ ഇതാണ് സബ്സെറ്റുകളുടെ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് വരുന്നത് കോംപ്ലക്സ് പ്ലെയിൻ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അന്നേരം ഈ ഒരു റിലേഷൻ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് നോക്കാം. അഡീഷൻ ഓൺ എൻ ക്യാൻ ബി റിഗാർഡഡ് ആസ് ദി ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓഫ് അഡീഷൻ ഇൻ ക്യൂ. അതായത് റാഷണൽ നമ്പർ ക്യൂ. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് ഞാൻ ഈ വരച്ച ക്യൂ ആണെന്ന് വിചാരിക്കുക. റാഷണൽ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. അവിടെ പ്ലസ് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഒരു ബൈനറി ഓപ്പറേഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഏത് രണ്ട് റാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്താലും കിട്ടുന്നത് റാഷണൽ നമ്പർ തന്നെയാണ്. ഓക്കെ, ഇനി എൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സബ്സെറ്റാണ്. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു. എൻ എന്ന് വെച്ചാൽ ഇസഡിൻ്റെ സബ്സെറ്റാണ്. ഇസഡ് ക്യൂവിൻ്റെ സബ്സെറ്റാണ്. ദാറ്റ് മീൻസ് എൻ എന്ന് പറയുന്നത് പിന്നെ അങ്ങോട്ടുള്ള എല്ലാത്തിൻ്റെയും സബ്സെറ്റാണ്. ഇസഡിൻ്റെ സബ്സെറ്റാണ്, ക്യൂവിൻ്റെ സബ്സെറ്റാണ്, ആറിൻ്റെ സബ്സെറ്റാണ്, കോംപ്ലക്സിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, അന്നേരം എൻ എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഒരു സബ്സെറ്റാണെന്നറിയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ എൻ നാച്ചുറൽ നമ്പർ, ഈ ക്യൂ എന്ന് പറയുന്ന സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷനാണ് പ്ലസ്. ഓക്കെ,
ഈ ബൈനറി ഓപ്പറേഷൻ ക്യൂവിൻ്റെ സബ്സെറ്റായ എന്നിൻ്റെയും ബൈനറി ഓപ്പറേഷൻ ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്ലസ് എന്ന് പറയുന്നത് ഈ എന്നിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആണോ, അതായത് ഏത് രണ്ട് നാച്ചുറൽ നമ്പർ, ഇതാണല്ലോ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ, ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്താലും കിട്ടുന്നത് നാച്ചുറൽ നമ്പർ തന്നെയാണോ എന്ന് ചിന്തിച്ചാൽ മതി. ആണോ? ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അത്. സോ ക്യൂവിൻ്റെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സബ്സെറ്റായ നാച്ചുറൽ നമ്പറിൻ്റെയും ബൈനറി ഓപ്പറേഷനാണ്. അതുകൊണ്ട് പ്ലസ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ എന്താണ്, ഒരു ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ. സിമിലർലി മൾട്ടിപ്ലിക്കേഷൻ ഓൺ എൻ ഈസ് ദി ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ക്യൂ. അതുപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസും. ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒരു ബൈനറി ഓപ്പറേഷനാണ് ക്യൂവിൻ്റെത്. കാര്യം ഏത് രണ്ട് റാഷണൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന റാഷണൽ നമ്പർ തന്നെയാണ്. എൻ എന്ന് പറയുന്നത് ഇതിനകത്തുള്ളൊരു കളക്ഷനാണ്, നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂവിൻ്റെ ഒരു സബ്സെറ്റാണ് എൻ എന്ന് പറയുന്നത്. ക്യൂവിൻ്റെ ബൈനറി ഓപ്പറേഷൻ ക്യൂവിൻ്റെ സബ്സെറ്റായ എന്നിൻ്റെയും ബൈനറി ഓപ്പറേഷൻ ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആണോ, അത് ഏത് രണ്ട് നാച്ചുറൽ നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നത് നാച്ചുറൽ നമ്പർ തന്നെയാണോ എന്ന് ചിന്തിച്ചാൽ മതി. നാച്ചുറൽ നമ്പർ തന്നെയാണ്. സോ സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷൻ അതിൻ്റെ സബ്സെറ്റിൻ്റെയും ബൈനറി ഓപ്പറേഷൻ ആണെന്ന് കിട്ടി. സോ ദാറ്റ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ആണെന്ന് നമുക്ക് പറയാം ഏതിൻ്റെ, എന്നിൻ്റെ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എക്സാമ്പിൾ, addition on Q does not induce a binary operation on the set Q star. അന്നേരം Q സ്റ്റാർ ഇതിലേതാണ് വലുത്? നമുക്കറിയാം Q ആണ് വലുത്. Q സ്റ്റാർ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു എലമെൻ്റ് ഇല്ല, 0 എന്ന് പറയുന്ന എലമെൻ്റ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് ചെറിയ സെറ്റ് Q സ്റ്റാർ ആണ്, വലിയ സെറ്റ് Q ആണ്. എന്നാൽ ഇതാണ് Q. ഓക്കെ, Q എന്ന് പറയുന്നതിൽ അഡിഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ക്യൂവിൻ്റെ ബൈനറി ഓപ്പറേഷനാണ് അഡിഷൻ എന്ന് പറയുന്നത്. Q സ്റ്റാർ എന്ന് പറയുന്നത് ഈ ക്യൂവിനകത്ത് വരുന്നതാണെന്നുള്ള കാര്യം നമുക്കറിയാം, Q സ്റ്റാർ. ഓക്കെ, ഈ ക്യൂവിൻ്റെ സബ്സെറ്റാണല്ലോ Q സ്റ്റാർ എന്ന് പറയുന്നത്. ക്യൂവിൻ്റെ ബൈനറി ഓപ്പറേഷൻ പ്ലസ് ആണ്. ആ പ്ലസ് എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ ക്യൂവിൻ്റെ സബ്സെറ്റായ Q സ്റ്റാറിൻ്റെയും ബൈനറി ഓപ്പറേഷൻ ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ ആ ഓപ്പറേഷൻ Q സ്റ്റാറിൻ്റെ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അല്ല. അന്നേരം ബൈനറി ഓപ്പറേഷൻ പ്ലസ് എന്ന് പറയുന്ന ക്യൂവിൻ്റെ ബൈനറി ഓപ്പറേഷൻ Q സ്റ്റാറിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആണോ? അല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ എടുത്തു, 1 - 1. ഇത് രണ്ട് Q സ്റ്റാറിലെ മെമ്പറാണ്. അവ തമ്മിൽ ഞാൻ ഇന്ന് ആഡ് ചെയ്യുന്നു. 1 + -1 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 എന്ന് വരും. 0 Q സ്റ്റാറിലെ മെമ്പറാണോ? അല്ല, 0 ക്യൂവിലെ മെമ്പറാണ്. ഓക്കെ, അതായത് Q സ്റ്റാറിന് പുറത്തുള്ള മെമ്പറാണ്. സോ ഈ അഡീഷൻ എന്ന് പറയുന്നത് Q സ്റ്റാറിൻ്റെ എന്തല്ല, ബൈനറി ഓപ്പറേഷൻ അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. അന്നേരം സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷൻ അതിൻ്റെ സബ്സെറ്റിൻ്റെയും ബൈനറി ഓപ്പറേഷൻ ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അതൊരു ഒരു എക്സാമ്പിൾ കൂടിയാണ് ഇത്. ഓക്കെ, അന്നേരം ഇവിടെ ഈ കേസിൽ അഡിഷൻ എന്ന് പറയുന്നത് Q സ്റ്റാറിൻ്റെ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ അല്ല. ഇനി സിമിലർലി അടുത്തൊരു എക്സാമ്പിൾ പറയുന്നത് സെയിം റിയൽ നമ്പേഴ്സിൻ്റെ കേസ്. 6 എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. ഇതാണ് റിയൽ നമ്പർ എന്ന് വിചാരിക്കുക. ഓക്കെ, അഡിഷൻ എന്ന് പറയുന്നത് 6ൻ്റെ ബൈനറി ഓപ്പറേഷനാണ്. കാര്യം ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് ആഡ് ചെയ്താലും കിട്ടുന്ന റിയൽ നമ്പർ തന്നെയാണ്. ഇനി ഇതിനകത്തുനിന്ന് ഞാനൊരു സബ്സെറ്റ് എടുക്കുന്നു, 6 സ്റ്റാർ. തൊട്ട് മുമ്പ് പറഞ്ഞ അതേ കേസ് 6 സ്റ്റാർ. ഓക്കെ, 6 സ്റ്റാറാണ് ചെറിയ സെറ്റ്, കാര്യം 0 ഇല്ല 6 സ്റ്റാറിനകത്ത്. ഈ 6ൻ്റെ ബൈനറി ഓപ്പറേഷൻ 6ൻ്റെ സബ്സെറ്റായ 6 സ്റ്റാറിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. തൊട്ട് മുമ്പത്തെ അതേ എക്സാമ്പിൾ തന്നെ എടുത്താൽ മതി. 6 സ്റ്റാർ ഇന്ന് 2 എലമെൻ്റ് എടുക്കുന്നു, 1 - 1. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0 ആണ്. 0 6 സ്റ്റാറിലെ മെമ്പറല്ല, 6ലെ മെമ്പറാണ്. ഓക്കെ, അന്നേരം 6 സ്റ്റാർ എന്ന് പറയുന്നത് എന്തല്ല, 6 സ്റ്റാർ പ്ലസ് എന്ന് പറയുന്നത് 6 സ്റ്റാറിൻ്റെ എന്തല്ല, ബൈനറി ഓപ്പറേഷൻ അല്ല. സോ പ്ലസ് 6 സ്റ്റാറിൻ്റെ എന്തല്ല, ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലെറ്റ് പ്ലസ് ആൻഡ് ഡോട്ട് means multiplication be the usual binary operations of addition and multiplication on the set Z, and let H equal to set of all n square such that n belongs to Z plus, that means natural number. Determine whether H is closed under first one addition and multiplication. ഇവിടെ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. H എന്ന് പറയുന്നതാണ് സെറ്റ്. ആ സെറ്റിൻ്റെ ഫോം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിലെ മെമ്പേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, മെമ്പേഴ്സിൻ്റെ ഫോം അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന മെമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പറയുന്ന n സ്ക്വയർ സച്ച് ദാറ്റ് n ബിലോങ്സ് ടു Z പ്ലസ്, അതായത് നാച്ചുറൽ നമ്പർ. ഓക്കെ, അന്നേരം Z പ്ലസ് നാച്ചുറൽ നമ്പറാണ് n എന്ന് പറയുന്നത്. ഓക്കെ, ഈ എച്ചിലെ മെമ്പേഴ്സ് എന്താണ്, n സ്ക്വയർ ഫോമിലുള്ള നമ്പേഴ്സാണ് എച്ചിലുള്ളത്. n സ്ക്വയർ ഫോമിലുള്ള നമ്പേഴ്സ്, അതായത് നാച്ചുറൽ നമ്പറാണല്ലോ n, അവയുടെ സ്ക്വയേഴ്സിൻ്റെ കളക്ഷനാണ് എച്ചിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്.
അത് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ 5 സ്ക്വയർ ഇങ്ങനെയുള്ള കളക്ഷൻസാണ് എച്ച് എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത്. ഈ സെറ്റിൽ അഡിഷൻ എന്ന് പറയുന്നതും മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതും ക്ലോസ്ഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ദാറ്റ് മീൻസ് അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ബൈനറി ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അന്നേരം ബൈനറി ഓപ്പറേഷൻ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ എന്താണ് ഈ എച്ച് എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള ഏത് രണ്ട് മെമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും എച്ചിനകത്തുള്ള എലമെൻറ്റ് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എച്ചിൻ്റെ പ്ലസ് എന്ന് പറയുന്നത് എച്ചിൻ്റെ ഒരു ബൈനറി ഓപ്പറേഷനാണ്. സിമിലർലി അതുപോലെ തന്നെ ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നത് എച്ച് എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എച്ചിൻ്റെ ബൈനറി ഓപ്പറേഷനാണ്. അന്നേരം ഇവിടെ എച്ച് എന്ന് പറയുന്ന സെറ്റ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞു. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറാണ്. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25 ഇത്തരത്തിലുള്ള കളക്ഷനാണ് എക്സെട്ര. ഓക്കെ, ഇതാണ് എച്ച്. ഒറ്റയടിക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം അഡിഷൻ എന്ന് പറയുന്നത് എച്ചിൻ്റെ ബൈനറി ഓപ്പറേഷൻ അല്ല. കാര്യം ഏതെങ്കിലും രണ്ട് നമ്പർ എടുത്ത് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ആദ്യത്തെ രണ്ട് നമ്പർ തന്നെ എടുക്കാം. 1 + 4 1 + 4 ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? 5 എന്ന് വരും. 5 ഇതിലൊരു മെമ്പറാണോ അവിടെ? 5 ഇതിനകത്തുണ്ടോ? ഇല്ല. കാര്യം നമ്പർ കൂടിയാണ് പോകുന്നത്. 4, 9, 16, 25 സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് ഇൻക്രീസ് ചെയ്താൽ പോകുന്നത്. അതായത് 5 എന്ന് പറയുന്ന മെമ്പർ ഇതിനകത്തില്ല. അതായത് ആദ്യത്തെ രണ്ട് നമ്പർ എടുത്തപ്പോഴത്തേക്ക് തന്നെ അഡിഷൻ ഫെയിലായി. സോ ഏത് രണ്ട് നമ്പർ എടുത്ത് ആഡ് ചെയ്താലും കിട്ടുന്ന ഔട്ട്പുട്ട് ആ സെറ്റിനകത്ത് തന്നെ ഉള്ളതായിരിക്കണം എന്നുള്ളതാണ് ബൈനറി ഓപ്പറേഷൻ്റെ കണ്ടീഷൻ പറയുന്നത്. അതായത് 1 + 4 എന്ന് പറയുന്നത് 5 ആണ്. 5 ഈ സെറ്റിനകത്തില്ല. സോ അതുകൊണ്ട് തന്നെ പ്ലസ് എന്ന് പറയുന്നത് ഈ എച്ചിൻ്റെ എന്തല്ല? ബൈനറി ഓപ്പറേഷൻ അല്ല. സോ എച്ച് ക്ലോസ്ഡ് അല്ല അണ്ടർ ദി ഓപ്പറേഷൻ അഡിഷൻ. അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ എച്ച് എന്തല്ല? ക്ലോസ്ഡ് അല്ല. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അതൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ Z+ൽ നിന്നും 1, 2 രണ്ട് എലമെൻ്റ് എടുത്തു. അങ്ങനെയെങ്കിൽ 1 സ്ക്വയറും 2 സ്ക്വയറും എച്ചിലെ മെമ്പറാണ്. കാര്യം സ്ക്വയർ ഫോമിലുള്ള നമ്പേഴ്സാണല്ലോ എച്ചിൽ വരുന്നത്. അവയുടെ അഡിഷൻ 1 സ്ക്വയർ + 2 സ്ക്വയർ എന്താ വരും? 1 + 4 5 എന്ന് വരും. അത് എച്ചിലെ മെമ്പറല്ല. അതുകൊണ്ട് എച്ച് എന്തല്ല? ക്ലോസ്ഡ് അല്ല. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണെന്നുള്ളതാണ്. അത് നമുക്ക് പെട്ടെന്നൊരു കൗണ്ടർ എക്സാമ്പിൾ കണ്ടെത്തുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആദ്യം 1-2 പേഴ്സൊക്കെ എടുത്ത് നോക്കുക. അന്നേരം കിട്ടുന്നതെല്ലാം അതിലെ മെമ്പർ തന്നെ കിട്ടും. അങ്ങനെ നമുക്ക് ജനറലായിട്ട് ഒന്ന് തെളിയിച്ച് നോക്കാം. ജനറലായിട്ട് അത് ട്രൂ ആണെന്നുള്ളത്. അതിന് എച്ചിൽ നിന്ന് ഞാൻ രണ്ട് എലമെൻ്റ് എടുക്കുന്നു, എക്സ് വൈ. ഓക്കെ, എക്സ് എന്നും വൈ എന്നും രണ്ട് എലമെൻറ്റ് ഞാൻ എച്ചിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, എച്ചിലെ എലമെൻറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. ഓക്കെ, അന്നേരം എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ എച്ചിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ ഫോമിലായിരിക്കും. കാര്യം എച്ചിൽ എലമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ n സ്ക്വയർ ഫോമിലാണ്, നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ ഫോമിലാണ്. അന്നേരം എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, എക്സ് എന്ന് പറയുന്ന ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്, ഒരു നൊട്ടേഷൻ മാത്രമാണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ എച്ചിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സിൻ്റെ ഫോം എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. കാര്യം എച്ചിലെ എലമെൻ്റ് ഓഫ് സ്ട്രക്ചർ അങ്ങനെയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അന്നേരം എക്സ് എന്ന് വെച്ചാൽ x1 സ്ക്വയർ ആണ്. ഇനി വൈ എന്ന് പറയുന്ന ഒരു എലമെൻറ്റാണ് ഞാൻ എച്ചിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ എച്ചിലെ എലമെൻ്റിൻ്റെ ഫോം നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ എന്നുള്ള ഫോമിലായതുകൊണ്ട് വൈ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ n2 സ്ക്വയർ എന്നുള്ള ഫോമിലായിരിക്കും. ക്ലിയർ ആണല്ലോ? അന്നേരം എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ് എച്ചിൽ നിന്ന് എടുത്തു, എക്സും വൈയും ഇത്തരത്തിലായിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈനറി ഓപ്പറേഷൻ ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഇവ തമ്മിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എക്സ് ഇൻറ്റു വൈ. ഓക്കെ, എക്സ് ഇൻറ്റു വൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് നമ്മളതിലുണ്ട്, വൈ നമ്മളതിലുണ്ട്. n1 സ്ക്വയർ ഇൻറ്റു n2 സ്ക്വയർ എന്നിട്ട് രണ്ടിനും കോമൺ ആയിട്ട് സ്ക്വയർ ഉണ്ടല്ലോ. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയറിന് നമുക്ക് AB² സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഓക്കെ, അതുപോലെ തന്നെ n1 സ്ക്വയർ ഇൻറ്റു n2 സ്ക്വയറിന് n1n2² സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, n1 എന്ന് പറയുന്നത് n2 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്, Z+ലെ മെമ്പറാണ്. രണ്ട് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? നാച്ചുറൽ നമ്പർ തന്നെയാണ്. കാര്യം നാച്ചുറൽ നമ്പറിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈനറിയാണ്. ഓക്കെ, അന്നേരം രണ്ട് നാച്ചുറൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് നാച്ചുറൽ നമ്പർ തന്നെയാണ്. സോ n1 ഇൻറ്റു n2 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണ്. സോ അതിനെ ഞാൻ m എന്ന് വിളിച്ചു. അന്നേരം m സ്ക്വയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അന്നേരം എച്ചിലെ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് നമുക്കിപ്പോൾ കിട്ടിയത് എന്തെന്നാണ് കിട്ടിയത്? നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ എന്നാണ് കിട്ടിയത്. നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയേഴ്സ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും എവിടെയുള്ളതാണ്? എച്ചിലുള്ളതാണ്. കാര്യം എച്ചിലുള്ള മെമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? n സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറിലുള്ള നമ്പേഴ്സ് എല്ലാം വരുന്നതാണ് എച്ചിലുള്ളത്. അന്നേരം നമ്മൾ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ് എച്ചിൽ നിന്ന് എടുത്തു, അവയുടെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. ദാറ്റ് മീൻസ് അതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് ഈ പ്രോഡക്റ്റ് എവിടെയുണ്ട്? എച്ചിലുണ്ട്. അതായത് ഏത് രണ്ട് നമ്പർ എടുത്ത് എച്ചിൽ നിന്ന് ഏത് രണ്ട് നമ്പർ എടുത്ത് നിങ്ങൾ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് എച്ചിലെ മെമ്പർ തന്നെയാണെന്നർത്ഥം.
സോ അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട സെറ്റിൻ്റെ എന്താണ്, ബൈനറി ഓപ്പറേഷനാണ്. അതായത് എച്ച് എന്ന് പറയുന്ന തന്നിരിക്കുന്ന സെറ്റ് മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് സൊല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് ബൈനറി ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സാമ്പിൾസ് കൂടി ഒന്ന് നോക്കാം. Let f be the set of all real valued functions f having as domain the set R of real numbers. ഇവിടെ എഫ് എന്ന് പറയുന്നൊരു സെറ്റ് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് എ കളക്ഷൻ ഓഫ് ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ്. ഓക്കെ, എഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ്. എഫ് ഓഫ് എക്സോ ജി ഓഫ് എക്സോ എച്ച് ഓഫ് എക്സോ അത്തരത്തിലുള്ള ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ്. ആ ഫങ്ഷൻസ് ഇവിടെ പറയുന്നുണ്ട് അത് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ്. എന്താണ് റിയൽ വാല്യൂഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു എഫ് എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ റിയൽ വാല്യൂഡ് ആകണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ ഡൊമൈൻ നമുക്ക് തന്നിട്ടുണ്ട്, ഡൊമൈൻ ആർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ഫങ്ഷന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് റിയൽ നമ്പേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ അതിൽ ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് റിയൽ നമ്പേഴ്സാണ്. ഏത് റിയൽ നമ്പേഴ്സും നിങ്ങൾക്ക് എക്സിന് കൊടുക്കാമെന്നർത്ഥം. ഓക്കെ, അന്നേരം എക്സിന് റിയൽ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ എഫ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്, അത് എക്സിന് നിങ്ങൾ വാല്യൂ കൊടുക്കുമ്പോൾ എഫ് എക്സിന് ഒരു വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, ഒരു ഔട്ട്പുട്ട് കിട്ടുമല്ലോ. ആ ഔട്ട്പുട്ട് റിയൽ നമ്പേഴ്സ് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഫങ്ഷൻസിനെ നമ്മൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അതായത് ഡൊമൈനോട് റിയൽ നമ്പറാണ് തന്നിട്ടുണ്ട്. സോ എക്സിന് പകരം നിങ്ങൾ റിയൽ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ആ ഫങ്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാല്യൂ റിയൽ നമ്പേഴ്സ് മാത്രമായിരിക്കും. അത്തരത്തിലുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എക്സിന് നമ്മൾ റിയൽ നമ്പർ കൊടുക്കുമ്പോൾ ആ ഫങ്ഷൻ കോംപ്ലക്സ് നമ്പറിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫങ്ഷൻ ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫങ്ഷനാണ്. ഓക്കെ, അതായത് ഇവിടെ കോംപ്ലക്സ് നമ്പർ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എഫ് എന്ന് പറയുന്നത് ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ്. എഫ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് എന്നുള്ളതാണ് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്തുള്ള മെമ്പറിനെയാണ് നമ്മൾ സ്മോൾ ലെറ്ററായി എഫ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, എഫ് ജി എച്ച് എന്നുള്ളത്. ഓക്കെ, ഈ ഓരോ ഫങ്ഷൻസും, ഓക്കെ, എഫിനകത്തുള്ള ഓരോ ഫങ്ഷൻസും റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാവിങ് ആസ് ഡൊമൈൻ ദ സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ്. ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് ആറാണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സിന് കൊടുക്കാൻ കഴിയുന്ന വാല്യൂസ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കളക്ഷൻ പ്ലസ്, അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, കോമ്പോസിഷൻ, ഈ 4 ഓപ്പറേഷൻസാണ് നമ്മൾ ഫങ്ഷൻസിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഈ 4 ഓപ്പറേഷൻസ് ഈ പറയപ്പെട്ട സെറ്റിൽ ക്യാപിറ്റൽ എഫിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് ഈ എഫ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എഫിൽ നിന്ന് ഞാൻ 2 ഫങ്ഷൻസ് എടുക്കുന്നു, എഫ് ജി, അതായത് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ്, 2 ഫങ്ഷൻസ് എടുക്കുന്നു. ഇനി അവിടെ അഡിഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അഡിഷനൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് നമുക്കറിയാവുന്നതാണ്. എഫ് പ്ലസ് ജി ഓഫ് എക്സ്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ തന്നെയാണ് എങ്കിൽ, ഓക്കെ, റിയൽ നമ്പർ തന്നെയാണ് എങ്കിൽ അത് എഫിലെ മെമ്പറാണ്. ഓക്കെ, അന്നേരം എഫ് പ്ലസ് ജി ഓഫ് എക്സിനെ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ഇപ്പം അഡിഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആകണമെന്നുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ എഫിൽ നിന്ന് ഏത് 2 മെമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ എഫ് ജി എന്നെടുത്തല്ലോ, അവ തമ്മിലുള്ള അഡിഷനും എന്ത് തന്നെ ആയിരിക്കണം? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ തന്നെ ആയിരിക്കണം. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ തന്നെയാണ് എങ്കിൽ എന്താണ് അഡിഷൻ എന്ന് പറയുന്നത് ഈ എഫിൻ്റെ ബൈനറി ഓപ്പറേഷനാണ്. ഓക്കെ, അന്നേരം എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നാണ് വരുന്നത്. ഇതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണോ? ആണ്. കാര്യം എഫ് എക്സ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. കാര്യം ഇതെല്ലാം റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണല്ലോ എഫ് എന്ന് പറയുന്നത്. അതിലെ മെമ്പറാണല്ലോ എഫ് എക്സും ജി എക്സും. അതായത് ഇതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്, ഇതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. ദാറ്റ് മീൻസ് എഫ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റിയൽ നമ്പറിനെയാണ്, ജി എക്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത് റിയൽ നമ്പറിനെയാണ്. 2 റിയൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? റിയൽ നമ്പർ തന്നെയാണ്. സോ ഇതെന്ന് പറയുന്നത് എഫ് എക്സ് പ്ലസ് ജി എക്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റിയൽ നമ്പറിനെ തന്നെയാണ്. സോ ഇതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ തന്നെയാണ്. അതിനർത്ഥം ഈ പ്ലസ് എന്ന് പറയുന്ന എഫ് എക്സ് പ്ലസ് ജി എക്സ് എന്ന് പറയുന്ന മെമ്പർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫിലെ മെമ്പർ തന്നെയാണ്. സോ അഡിഷൻ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട സെറ്റിൻ്റെ എന്താണ്? ബൈനറി ഓപ്പറേഷനാണ്. സിമിലർലി ഇതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷൻ. ഓക്കെ, എഫ് മൈനസ് ജി ഓഫ് എക്സ്, എഫ് എക്സ് മൈനസ് ജി എക്സ് എന്ന് വരും. എഫ് എക്സ് ഒരു റിയൽ വാല്യൂഡാണ്, റിയൽ നമ്പറിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജി എക്സ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്, അതും റിയൽ നമ്പറിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 റിയൽ നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? റിയൽ നമ്പർ തന്നെയാണ്. ദാറ്റ് മീൻസ് ഈ ഹോൾ ടേം, ഈ എഫ് എക്സ് മൈനസ് ജി എക്സ് എന്ന് പറയുന്ന ഈ ഒരു ടേം പ്രൊഡ്യൂസ് ചെയ്യുന്നതും റിയൽ നമ്പറിനെ തന്നെയാണെന്ന് അർത്ഥം. സോ അതും എവിടുത്തെ മെമ്പർ തന്നെയാണ്? ക്യാപിറ്റൽ എഫിലെ മെമ്പർ തന്നെയാണ്. അതായത് എഫിൽ നിന്നും ക്യാപിറ്റൽ എഫിൽ നിന്നും ഏത് 2 ഫങ്ഷൻസ് എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും കിട്ടുന്നത് എന്ത് തന്നെയാണ്? റിയൽ വാല്യൂഡ് തന്നെയാണ്. സോ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നതും
ഈ എഫിലെ എന്ത് തന്നെയാണ് ബൈനറി ഓപ്പറേഷനാണ്. ഇനി എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നാണ്. എഫ് ഓഫ് എക്സ് റിയൽ വാല്യൂഡ് ആണ്, ജി ഓഫ് എക്സ് റിയൽ വാല്യൂഡ് ആണ്. അങ്ങനെ അവയുടെ പ്രോഡക്റ്റും റിയൽ വാല്യൂഡ് ആയിരിക്കും. സോ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതും ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. ഓക്കെ, ഇനി എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, ജി ഓഫ് എക്സ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണല്ലോ. ഓക്കെ, അന്നേരം എഫ് ഓഫ് ഇത് ഒരു റിയൽ നമ്പറിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്നേരം ഇവിടെ ഒരു റിയൽ നമ്പർ ആയിരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ വൈ എന്ന് വിളിച്ചു. ഓക്കെ, എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അന്നേരം അതും ഒരു റിയൽ നമ്പറിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ തന്നെയാണ്. അന്നേരം അതും എഫിലെ മെമ്പർ തന്നെയാണ്. ദാറ്റ് മീൻസ് കോമ്പോസിഷൻ എന്ന് പറയുന്നതും ഈ ക്യാപിറ്റൽ എഫിൻ്റെ എന്ത് തന്നെയാണ്? ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. ഓക്കെ, അന്നേരം ഈ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. ആ ഫംഗ്ഷൻസിൻ്റെ പ്രധാനപ്പെട്ട 4 ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്തു. അവയെല്ലാം എന്ത് തന്നെയാണ്? ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. അതായത് ഈ എഫ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന സെറ്റ് ഈ പറയപ്പെട്ട ഓപ്പറേഷൻസിൽ എന്താണ്? ക്ലോസ്ഡ് ആണ്. ക്ലിയർ ആണല്ലോ. അടുത്തൊരു എക്സാമ്പിൾ ഓൺ ഇസഡ് പ്ലസ് എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് നമുക്കറിയാം. വി ഡിഫൈൻ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ. ഇവിടെ സ്റ്റാർ എന്ന് പറയുന്നൊരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ബൈനറി ഓപ്പറേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇസഡ് പ്ലസിനകത്തുള്ള ഏത് 2 നമ്പർ എടുത്ത് നിങ്ങൾ ഈ സ്റ്റാർ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ഔട്ട്പുട്ട് ഇസഡ് പ്ലസിലെ മെമ്പർ തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ പ്ലസിൻ്റെ കേസും ഇൻറ്റുവിൻ്റെ കേസും മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് കാൽക്കുലേഷൻ അറിയാം എന്താണെന്നുള്ളത്. പക്ഷേ സ്റ്റാർ എന്നാണ് ഓപ്പറേഷൻ തരുന്നതെങ്കിൽ ആ സ്റ്റാർ എന്താണ് എന്നുള്ളത് അവർ ഡിഫൈൻ ചെയ്ത് തരും. ഓക്കെ, അത് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അതായത് 2 എലമെൻറ്റ് എ സ്റ്റാർ ബി, എയും ബിയും തമ്മിൽ സ്റ്റാർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർ എന്താണെന്ന് അവർ വ്യക്തമായിട്ട് തരും. എന്താണ് സ്റ്റാർ? ഓക്കെ, ആ പറയുന്ന അനുസരിച്ച് വേണം ഇവ തമ്മിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ. ഓക്കെ, അതിവർ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. സ്റ്റാർ ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഓക്കെ, ആ ബൈനറി ഓപ്പറേഷനെ എങ്ങനെ അപ്ലൈ ചെയ്യണം? 2 എലമെൻറ്റ് നിങ്ങൾ ഈ ഇസഡ് പ്ലസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള സ്റ്റാർ എങ്ങനെയാണ് വരുന്നത്, അതായത് അവ തമ്മിലുള്ള ഓപ്പറേഷൻ എങ്ങനെയാണ്, അതാണ് അവിടെ ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ഈക്വൽസ് എന്തിന് ഈക്വലാണ്? ദ സ്മോളർ ഓഫ് എ ആൻഡ് ബി. ഓക്കെ, അന്നേരം എ സ്റ്റാർ ബി എന്ന് പറയുന്ന ഒരു വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. 2 എലമെൻറ്റുകൾ സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അവയിൽ സ്മോൾ ഏതാണോ അതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, ഇപ്പോൾ 1 സ്റ്റാർ 2 എന്നെടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം 1 ഇവിടെ പറയുന്നത് ഇവിടുത്തെ ഡെഫിനേഷൻ പ്രകാരം ഈ ക്വസ്റ്റ്യൻ്റെ ഡെഫിനേഷനാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് സ്മോളർ ഓഫ് എ ആൻഡ് ബി ആണ്. അതാണ് അവിടുത്തെ സ്റ്റാർ എന്നുള്ള ഡെഫിനേഷൻ. അന്നേരം 1 സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ സ്മോളർ ഓഫ് 1 ആൻഡ് 2. 1ലും 2ലും സ്മോളർ ഏതാണ്? 1 ആണ്. സോ 1ഉം 2ഉം കൂടെ സ്റ്റാർ ചെയ്താൽ കിട്ടുന്നത് 1 ആണ്. ഇതാണ് അവിടുത്തെ ഔട്ട്പുട്ട്. ഓക്കെ, 2 സ്റ്റാർ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ചെറുത് ഏതാണ്? 2ലും 3ലും 2 ആണ്. സോ 2 ആണ് ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ പ്രകാരം റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ സ്റ്റാർ ബി ഈക്വൽസ് ദ സ്മോളർ ഓഫ് എ ആൻഡ് ബി ഓർ ദ കോമൺ വാല്യൂ ഇഫ് എ ഈക്വൽ ടു ബി. ഇനി എ സ്റ്റാർ ബി എടുക്കുമ്പോഴത്തേക്ക് ഇവ 2 തുല്യമാണെന്ന് വിചാരിക്കുക. 2 സ്റ്റാർ 2. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് റിസൾട്ട് വരുന്നതെന്നുള്ളതും തന്നിട്ടുണ്ട്. കോമൺ വാല്യൂ ഇഫ് എ ഈക്വൽ ടു ബി. എയും ബിയും തുല്യമാണെങ്കിൽ അവിടെ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണോ അത് തന്നെയാണ്. അതായത് 2 സ്റ്റാർ 2 എന്ന് വെച്ചാൽ 2 തന്നെയാണ് ആൻസർ എന്ന് അർത്ഥം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അന്നേരം ഇത്തരത്തിലും ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്ത് തരാം എന്നുള്ളതൊന്ന് പരിചയപ്പെടുത്തുവാണ് ഇവിടെ, വേറൊന്നുമില്ല. ഓക്കെ, ഇതേ കണക്ക് ബൈനറി ഓപ്പറേഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അന്നേരം ഇവിടെ തന്നിരിക്കുന്ന ബൈനറി ഓപ്പറേഷൻ പ്രകാരം 1-2 എക്സാമ്പിൾ ഇവിടെ നിന്ന് സൂചിപ്പിക്കുകയാണ്. 2 സ്റ്റാർ 11. ഓക്കെ, അന്നേരം എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്മോളർ ഓഫ് എ ആൻഡ് ബി. ആ എയിലും ബിയിലും ഏതാണോ സ്മോളർ അതാണ് ഔട്ട്പുട്ട്. ഓക്കെ, 2 സ്റ്റാർ 11ൽ ഏതാണ് ചെറുത്? 2 ആണ്. സോ ഔട്ട്പുട്ട് ഈസ് 2. ഇതാണ് 2ൻ്റെയും 11ൻ്റെയും സ്റ്റാർ. ഓക്കെ, അത് എവിടുത്തെ മെമ്പറാണ്? ഇസഡ് പ്ലസിലെ മെമ്പർ തന്നെയാണ്. ശരിയല്ലേ? ഓക്കെ, ഇനി 15 സ്റ്റാർ 10. 15 സ്റ്റാർ 10ൽ ഏതാണ് ചെറുത്? 10 ആണ് ചെറുത്. സോ 10 ആണ് ഔട്ട്പുട്ട്. 3 സ്റ്റാർ 3. രണ്ടും സെയിം ആണ്. സെയിം ആണെങ്കിൽ അത് തന്നെയാണ് റിസൾട്ട് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ 3 ആണ് റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഇതുപോലൊരു മറ്റൊരു ബൈനറി ഓപ്പറേഷൻ കൂടി തരുന്നു. ഓൺ ഇസഡ് പ്ലസ് വി ഡിഫൈൻ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡാഷ് ബൈ എ സ്റ്റാർ ഡാഷ് ബി ഈക്വൽ ടു എ. ഇവിടെ പറഞ്ഞ് എ സ്റ്റാർ ഡാഷ് ബി എ ആണ്. അതായത് ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ അവർ സ്റ്റാർ ഡാഷ് എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇസഡ് പ്ലസ് ആണ് സെറ്റ്. അന്നേരം ഇസഡ് പ്ലസ്സിലെ ഏത് 2 എലമെൻ്റ് എടുത്ത് സ്റ്റാർ ഡാഷ് എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ അപ്ലൈ ചെയ്താലും കിട്ടുന്ന വാല്യൂ ആദ്യം എടുക്കുന്ന നമ്പർ എന്താണോ അതാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ.
ഓക്കെ, അത് ഇതേപോലെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നോക്കാം. ഇപ്പോൾ 1*2 എന്ന് പറഞ്ഞാൽ ഉത്തരം എന്താ? 1 ആദ്യം എടുക്കുന്നതാണ് റിസൾട്ടായിട്ട് വരുന്നത്. അത്തരത്തിലാണ് ഇവിടെ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. A*-B എന്ന് വെച്ചാൽ A ആണ് റിസൾട്ട്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ നോക്കുക. ഇപ്പോൾ 2*-3 എന്താണ്? ആദ്യം എടുത്ത 2 അല്ലേ? 2 ആണ് റിസൾട്ട്. ഇനി 25*10 ആദ്യം കിടക്കുന്ന 25 ആണ്, സോ റിസൾട്ട് ഈസ് 25. ഇനി 5*5 ആദ്യം കിടക്കുന്ന 5 ആണ്, സോ റിസൾട്ട് ഈസ് 5. ഇതാണ് ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു നിർത്താം. ഓൺ Z+ വി ഡിഫൈൻ എ ബൈനറി ഓപ്പറേഷൻ *" ബൈ A*"B ഈക്വൽ ടു A*B + 2 where star is defined by A*B equals the smaller of A and B or the common value of A equal to B. അടുത്തൊരു ബൈനറി ഓപ്പറേഷൻ Z+ൽ ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുകയാണ് *" എന്നാണ് അവരതിനെ വിളിച്ചത്. ഓക്കെ, എന്താണ് *"? അതായത് Z+ലെ 2 എലമെൻറ്റ് ഈ പറയപ്പെട്ട *" എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. അത് എയും ബിയും തമ്മിലുള്ള സ്റ്റാർ എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുന്നു. ഓക്കെ, അന്നേരം ഇവിടെ വീണ്ടും ഒരു സ്റ്റാർ എന്ന് പറയുന്നൊരു ഓപ്പറേഷൻ വന്നു. അത് നമുക്ക് എന്താണെന്നറിയില്ല. അന്നേരം അതും അവർ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റാർ എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത് അതവർ പറയുന്നുണ്ട്. വേർ സ്റ്റാർ ഡിഫൈൻഡ് ബൈ A*B ഈക്വൽസ് ദി സ്മോളർ ഓഫ് A ആൻഡ് B ഓർ ദ കോമൺ വാല്യൂ ഓഫ് A ഈക്വൽ ടു B. നമ്മൾ ഇന്നിപ്പം തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളില്ലേ, ആ സാധനമാണ് ഇവിടെ ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. അതായത് A*B, ഈ A*B എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത് ഇതിലേതാണോ സ്മോളർ അതായിരിക്കും. ഓക്കെ, ഇനി രണ്ടും കോമൺ ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ കോമൺ വാല്യൂ എന്താണോ അതായിരിക്കും ഔട്ട്പുട്ട്. ഓക്കെ, ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന ഡെഫിനിഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. 4*7. ഓക്കെ, ഇതേ പാറ്റേണിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. A*B എന്ന് പറഞ്ഞാൽ A*B, ഇവിടെ A4 B7, അന്നേരം 4*7 പ്ലസ് അതിലൂടെ എന്തുകൂടെ ആഡ് ചെയ്യുന്നു? 2 കൂടെ ആഡ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? തീർന്നിട്ടില്ല. ഇനി ഇവിടെ ഒരു 4*7 വന്നിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഈ സ്റ്റാർ എന്ന് വെച്ചാൽ എന്താണ്? അതാണ് ഇവിടെ പറഞ്ഞത്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? A*B ഈക്വൽ സ്മോളർ ഓഫ് A ആൻഡ് B ഓർ കോമൺ വാല്യൂ ഓഫ് A ഈക്വൽ ടു B. അന്നേരം A*B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയിൽ സ്മോൾ ഏതാണോ അതാണ് റിസൾട്ടായിട്ട് വരുന്നത്. ഓക്കെ, 4ലും 7ലും സ്മോൾ ഏതാണ്? 4 ആണ്. സോ അന്നേരം അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 4 എന്നിട്ട് പിന്നെ ഒരു 2 കൂടിയുണ്ട് +2. സോ ആൻസർ ഈസ് 6 എന്ന് വരും. ഓക്കെ ആണല്ലോ? അടുത്തൊരു എക്സാമ്പിൾ 25*9. ഓക്കെ, ഈ റിസൾട്ട് പ്രകാരം എന്താ വരും? A*B അതായത് 25*9 +2 എന്ന് വരും. എന്താണ് 25*9? സ്റ്റാർ നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. സ്റ്റാർ എന്ന് പറയുന്നത് ഇവയിൽ ഏതാണോ ചെറുത് അതാണ് റിസൾട്ട്. 25 9ലും ചെറുത് ഏതാണ്? 9 +2 = 11 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഒരു എക്സാമ്പിൾ കൂടി. 6*6. ഈ ഡെഫിനിഷൻ പ്രകാരം എന്താ വരും? A*B അതായത് എയും ബിയും 6 തന്നെയാണ്. 6*6 +2 എന്ന് വരും. എന്താണ് 6*x? അതിവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ്ട് A ഈക്വൽ ടു B, കോമൺ വാല്യൂ ഇഫ് A ഈക്വൽ ടു B. ഓക്കെ, അതായത് എയും ബിയും സെയിം ആണെങ്കിൽ ആ കോമൺ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും റിസൾട്ടായിട്ട് വരുന്നത്. 6*6 എന്ന് വെച്ചാൽ 6 തന്നെയാണ്. സോ 6 + 2 = 8 എന്ന് വരും. ഇതാണ് സംഗതി. ഓക്കെ, അന്നേരം ഇത്തരത്തിൽ ബൈനറി ഓപ്പറേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 3 എക്സാമ്പിൾ പഠിപ്പിച്ചത്. ഇതേ കണക്ക് നിരവധി ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, വരുന്ന ക്ലാസ്സിലായിട്ടൊക്കെ നമുക്ക് ബാക്കിയൊക്കെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇത്രയും നിൽക്കട്ടെ. കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.